സംസാരിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ചോദിക്കും കുട്ടികളില്ല അങ്ങനെ എന്തെങ്കിലും. ഞാനും എൻ്റെ ചേച്ചിയൊക്കെ കഴിയുമ്പോൾ അമ്മ ഞങ്ങളെ തല്ലാറാണ് കാരണം ആളുകൾ മൊബൈലും കൊണ്ട് പുറകിൽ വരും, അതൊന്നും തീരെ ഇഷ്ടമല്ലാണ്. അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ല. പ്രണയം എന്ന് പറയുമ്പോൾ വാട്ട് കംസ് ടു യു? എന്താണ് പ്രണയം? അല്ലെങ്കിൽ അങ്ങനെ പറയില്ലേ? ഫുഡിനോടാണ് എൻ്റെ പ്രണയം. ഒരു സീരിയസ് സബ്ജക്ട് ഹാൻഡിൽ ചെയ്യുന്നൊരു സിനിമയും കൂടാണ് ഗെറ്റ് സെറ്റ് ബേബി. നമ്മൾ ഫെർട്ടിലൈസേഷൻ, IVF ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര സീരിയസ് മോഡിൽ പോകുന്ന സാധനമാണ്. അല്ല, ഒരിക്കലുമല്ല. ഫുൾ ഫൺ. ഫണ്ണല്ല, ഒരു ഫാമിലി മൂവി സെറ്റപ്പിൽ അതൊരു കമേഴ്ഷ്യൽ പാക്കേജ് സിനിമ പോലെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള റൊമാൻസും ഫാമിലി സെന്റിമെന്റ്സും ഇമോഷൻസും ഒക്കെ പറയുന്ന സിനിമയാണ്. ഒരു സിനിമാറ്റിക് ഒരു പ്രോപ്പർ സിനിമാറ്റിക് സിനിമയാണ്. അപ്പൊ അതില് നമ്മൾ ഇങ്ങനെ ഒരു സബ്ജക്റ്റും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഉണ്ണിയുടെ ക്യാരക്ടർ മെയിൽ ഗൈനക്കോളജിസ്റ്റ് ആണ്. പുള്ളിയുടെ പെർസ്പെക്റ്റീവിലുള്ള കഥയാണ്. അപ്പോൾ പുള്ളിയുടെ ലൈഫ് ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റ് അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. യൂഷ്വലി പേഷ്യൻസ് ഭയങ്കര കുറവായിരിക്കും, അല്ലെങ്കിൽ വന്നാലും കാര്യങ്ങളൊന്നും പറയില്ല, അല്ലെങ്കിൽ അയാളുടെ ഒരു ജേർണി എന്ന് പറയുന്നത് അടക്കം എല്ലാമുള്ള ഒരു സ്റ്റോറിയാണ്. ഓക്കെ, അതില് അഭിനയിച്ചത് കൊണ്ട് IVF-നെ കുറിച്ച്, അങ്ങനെ ഡോക്ടേഴ്സിനെ കുറിച്ച്, ഗൈനക്കോളജിയെ കുറിച്ചൊക്കെ എന്തെങ്കിലും മനസ്സിലായിരുന്നു? ഇതിൽ അഭിനയിച്ചോണ്ട് അത്രല്ല, എനിക്ക് ഇതിന് മുന്നേ ഒരു 7-8 കഥ ഞാൻ IVF-നെ എനിക്ക് സീസണലായിട്ട്, എനിക്ക് കുറെ അങ്ങനെ ചില സിനിമകള് ചില സബ്ജക്ട്സ് ഭയങ്കര സീസണലായിട്ട് വരും. കുട്ടിയുടെ കഥകൾക്കൊക്കെ ഒരു എപ്പിസോഡിനുള്ളതുണ്ട്, പിന്നെ അവള് പറയും. ഇങ്ങനെ ചിലപ്പോ ഒന്നെങ്കിൽ ആ സീസണിൽ കുറെ IVF സിനിമകൾ ഉണ്ടായിരുന്നു. പിന്നെ അതിന് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പ്രശ്നങ്ങളൊക്കെ. അപ്പൊ ഞാൻ വരുമ്പോഴേ ചോദിക്കും, ഭാര്യ ഇപ്പൊ പ്രസവിച്ചതേ ഉള്ളൂ അല്ലേ? കാരണം അത്രയും നാള് ചിലപ്പോ ഇവർക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റിയിട്ടൊന്നും അറിയണ്ടാവില്ല. ഇപ്പൊ പെട്ടെന്ന് ഭാര്യ പ്രസവിക്കുകയും ഒരു കുട്ടി ഉണ്ടാവുകയും പെട്ടെന്ന് ഭാര്യയുടെ മൂഡ് ചേഞ്ച് ആവുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിലൊരു സബ്ജക്ട് ഉണ്ടെന്ന് വിചാരിച്ച ഒരുപാട് പേര് വരും. കോവിഡ് കഴിഞ്ഞ ഉടനെ ഒരു മുറിയിൽ, ഒരു ഹോട്ടലിൽ ഒറ്റപ്പെട്ട്, ഒരു മുറിയിൽ ഒറ്റപ്പെട്ട്, ഒരു തിയേറ്ററിൽ ഒറ്റപ്പെട്ട് എന്ന് പറഞ്ഞ കുറെ സിനിമ വരും. അപ്പൊ അങ്ങനെ ആ ഒരു സമയത്തിന് എന്താണോ റെലവൻസ് എന്നുള്ളത് പോലെ ഒരുപാട് സബ്ജക്ട്, ഒരേ കഥയല്ല, പല എന്താ പെർസ്പെക്റ്റീവിലുള്ള ഇപ്പൊ IVF ആയിരിക്കും ചിലപ്പോൾ ചിലർക്ക്, അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത പ്രശ്നം പറയുന്ന എല്ലാം IVF സിനിമ എന്നല്ല പറയുന്നത്. അല്ലെങ്കിൽ ഒരു 2 കപ്പിൾസ് അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായതിന്റെ ബുദ്ധിമുട്ട്, കുട്ടികൾ വേണ്ട. അപ്പൊ ഞാൻ ഒരു കാലത്ത് വിചാരിക്കും, എൻ്റെ അടുത്ത് എന്തിനാ ഇങ്ങനെ എല്ലാവരും കുട്ടി സാധനങ്ങൾ പോയിരുന്ന കഴിയുമ്പോൾ തന്നെ എനിക്ക് സംസാരിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ചോദിക്കും കുട്ടികളില്ല അങ്ങനെ എന്തെങ്കിലും. എനിക്ക് അങ്ങനെ ഒരു സീസണിലൊക്കെ വരാറുണ്ട്. അപ്പം ഈ സിനിമ ഒരു കമേഴ്ഷ്യൽ പാക്കേജ് സിനിമയിൽ അങ്ങനെ ഒരു സബ്ജക്റ്റ് പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഉള്ളത്. അത് IVF മാത്രം പറയുന്ന സിനിമയല്ല ഇത്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഈ നേരത്തെ നായ്ക്കുട്ടികളുടെ കാര്യം പറഞ്ഞ പോലെ കുട്ടികളെ കാണുമ്പോൾ ഇങ്ങനെ പാമ്പർ ചെയ്യുന്ന ടൈപ്പാണ്? പാമ്പർ ചെയ്യാൻ അല്ല, അവളല്ല. ഞാൻ ഇതിന്റെ രണ്ടിന്റെ ഓപ്പോസിറ്റാ. ഞാൻ പട്ടികളെയും കുട്ടികളെയും പാമ്പർ ചെയ്യുന്ന ആളാണ്. അവള് തിരിച്ച് കുട്ടികളെ ഇത്തിരി പാടാണ്. അതാ പിന്നെ അങ്ങനെയുള്ള സ്റ്റോറീസ് വരുന്നത് കാണാനൊക്കെ ഇഷ്ടമാണ്. എനിക്ക് പറയുന്ന ലെവൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുട്ടികളെ വർത്താനം പറയാൻ പറ്റും. അതിപ്പോ ഒരു 2 വയസ്സ് 3 വയസ്സിൽ അങ്ങനെയുള്ള കുട്ടികളോടൊക്കെ കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ കരയുന്ന കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനൊന്നും എനിക്കറിയില്ല. എന്റെ വീട്ടിൽ അങ്ങനെ ആർക്കും വേറെ കുട്ടികളൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ 2 കുട്ടികളല്ലേ ഉള്ളൂ. ഞങ്ങള് കരയുമ്പോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ഞാനും എന്റെ ചേച്ചിയൊക്കെ കഴിയുമ്പോ അമ്മ ഞങ്ങളെ തല്ലാറാണ്. അതിന് പ്രത്യേകിച്ച് അന്നൊന്നും ഇപ്പോഴാണ് മാറ്റം വന്നേക്കുന്നത്. നമ്മൾ അതുപോലെ കുട്ടികളെ പോയി കാണിക്കാൻ പറ്റില്ല. ഇവര് ചെറുതായിരുന്നപ്പോ എന്താ ചെയ്തതെന്ന് നമുക്ക് അറിയില്ല. അത് വേറെ ആൾക്കാരുടെ പ്രോപ്പർട്ടി ആണല്ലോ. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ആസിക്കും ഒക്കെ അങ്ങനെ പ്രശ്നമുണ്ട്. ഈ കുട്ടികൾ എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാം. എനിക്കൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ കാണിക്കുന്ന കുരുത്തക്കേടായിരിക്കും, പക്ഷെ നമ്മുടെ ആളല്ലാത്തോണ്ട്
പറയാനില്ല. പിന്നെ സ്വന്തമായിട്ട് കുട്ടി ഉണ്ടായ പിന്നെയാണ് പുള്ളി കുട്ടികളെയൊക്കെ വളരെ പക്ഷെ പിന്നെ ഭയങ്കര നന്നായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അമ്മിണിപ്പിള്ള ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഡിന്നറിന് പോയപ്പോ എന്റെ മോന് വാരിയൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പൊ എന്റെ മോൻ നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു കുറച്ച് ലേറ്റ് ആയിട്ടാണ് സംസാരിച്ച് തുടങ്ങിയത്. അപ്പൊ ഇവരിങ്ങനെ സംസാരിക്കാന്ന് പറഞ്ഞാൽ നമ്മളൊന്നും പറയാൻ വിടാണ്ട് സംസാരിക്കും. അപ്പൊ ആസിക്ക പറയുന്നതാണ് എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. ഞാൻ ആദ്യം എന്താ സംസാരിക്കാൻ ലേറ്റ് ആവണമെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കും. ഇങ്ങനെയാണെങ്കിൽ അധികം സംസാരിക്കാതിരിക്കും. ഇല്ല, അതാണ് നല്ലത്. എനിക്ക് അങ്ങനെ മിണ്ടാത്ത കുട്ടികളോട് പിന്നെന്ത് പറയുന്ന അറിയില്ല. അവര് മിണ്ടണല്ലോ, കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല കോൺവെർസേഷൻ. മിണ്ടെന്തെങ്കിലും ഇപ്പൊ മറ്റേ ബിർനാണി എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, ആ കുട്ടിയുടെ ചിലപ്പോ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ നോക്കുമ്പോ അവൻ നന്നായി സംസാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ചോദിച്ച ഉത്തരമൊക്കെ പറയല്ലേ, സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം ചോദിക്കാൻ എനിക്ക് കോൺവെർസേഷൻ കണ്ടിന്യൂ ഇപ്പൊ ഈ പറഞ്ഞ മാതിരിയെ അത്ര, അതായത് പ്രൈവസി ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു മീ എന്ന് നിഖില പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള നിഖില തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ആളുകൾ മൊബൈലും കൊണ്ട് പുറകിൽ വരും, അതൊന്നും തീരെ ഇഷ്ടമല്ലാന്ന്. അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ല. സിനിമ കാണാൻ പോകുമ്പോൾ നമ്മളുടെ പേഴ്സണൽ മൊമെന്റിൽ ചിലപ്പോൾ വരുമ്പോ ഇഷ്ടമല്ല എന്നുള്ളതല്ല ഞാൻ പറയാം. നമുക്ക് കംഫർട്ടബിൾ അല്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഈ സമയത്ത് ഞാനത് എടുക്കില്ല എന്ന് ഞാൻ പറയാറുണ്ട്. ബൗണ്ടറീസ് ക്ലിയർ മനസ്സിലായി. പക്ഷെ അപ്പൊ യു ആർ അൺകംഫർട്ടബിൾ. നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഒരു പേഴ്സണൽ മൊമെന്റിൽ അങ്ങനെ വരുമ്പോൾ അപ്പൊ ഹൗ ഡു യു ഹാൻഡിൽ ഇറ്റ്? അതെങ്ങനെയാ? അതായത് ഇപ്പം പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അൺകംഫർട്ടബിൾ ഒരു അവസ്ഥ വരുമ്പോൾ അത് പ്രകടിപ്പിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ബേസിക്കലി ഞാൻ അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ അത് പ്രകടിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ഭയങ്കര ഇറിറ്റേറ്റഡും ആവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആള് സിനിമ പോലത്തെ ഒരു ഇതിൽ നിൽക്കുമ്പോൾ, പ്രൈവസി എന്ന് പറയുന്നത് പേരിന് പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഹൗ ഡു യു ഹാൻഡിൽ ഇറ്റ്? ഞാൻ പറയും, ഞാൻ പറയാതിരിക്കാറില്ല എനിക്ക് കംഫർട്ടബിൾ അല്ല ഇപ്പം, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് മനസ്സിലാവും കേട്ടോ. നമ്മളിപ്പം ഇപ്പം ഞാൻ മാസ്ക് ഇട്ട് പോകുമ്പോൾ പലരും പറയും മാസ്ക് ഇട്ടാൽ തിരിച്ചറിയില്ല എന്ന് വിചാരിക്കുന്നോ എന്നൊക്കെ പറയും. അതൊരു മിഥ്യാധാരണ. പക്ഷെ എനിക്കറിയാം മാസ്ക് ഇട്ടാൽ തിരിച്ചറിയാന്നുള്ളത് അറിയാം. പക്ഷെ മാസ്ക് ഇട്ട് കഴിയുമ്പം അവരവരുടെ പ്രൈവസി വിചാരിക്കുന്നതുകൊണ്ടായിരിക്കും അത് എന്ന് കുറെ പേരൊക്കെ മനസ്സിലാക്കും. അപ്പം ഫോട്ടോ എടുക്കാൻ ചോദിച്ചാൽ പറയും മാസ്ക് ഇട്ട് ആൾക്കാർ വരുന്ന ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറയും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ക്രൗഡഡ് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ. ഇപ്പോൾ ഒരു 2 പേരൊക്കെ ഉള്ള ഒരു ഏരിയയിലൊക്കെയാണ് നിൽക്കുന്ന ഫോട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കും. ഒരു 50 പേരൊക്കെ നിൽക്കുന്ന, ഇപ്പോൾ ഒരു ലുലുവിൽ വന്നിട്ട് ഒരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫോട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു 10 പേർക്ക് ആഗ്രഹം ഉണ്ടാവും. അവർ ചോദിക്കാതിരിക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് നമ്മൾ ഫോട്ടോ കൊടുത്താൽ ഇവരെല്ലാവരും കൊടുക്കണം. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം മൊത്തത്തിൽ കൊടുക്കില്ല എന്ന് പറയും. ഇതിപ്പം ലുലുവിന്റെ ഒരു വേറൊരു അധികം ആൾക്കാർ പോവാത്ത ഏരിയയിൽ ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ കൊടുക്കുകയും ചെയ്യും. അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നില്ല എന്നുള്ളതാണെങ്കിൽ കൊടുക്കാം. അങ്ങനെ പറയാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ പേരിലും ചിലർക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാവും. ഒഫൻഡഡ് ആവും. അപ്പൊ അവർ ഒഫൻഡഡ് ആയിട്ട് പോകുന്നല്ലാണ്ട് ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ലൈഫ് കോച്ച് അല്ലേ? ഇപ്പൊ ലൈഫ് കോച്ച് എന്നല്ല, ഞാൻ പഠിച്ചത് സൈക്കോളജി ആയതുകൊണ്ട് ഞാനൊരു വെന്റിലേഷൻ അങ്ങനെ ലൈക്ക് നമുക്ക് വെന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെഷൻസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രീ തെറാപ്പി പോലെ. മനസ്സിലായി. ഞാൻ ഹേർഡ് ലെന ചേച്ചി പറഞ്ഞ ലെന ചേച്ചി സൈക്കോളജിസ്റ്റ് ആയിരുന്നു. പക്ഷെ ഒരു ആക്ടർക്ക് സൈക്കോളജിസ്റ്റ് ആയിട്ടിരിക്കാൻ ഭയങ്കര പാടാ. കാരണം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ എല്ലാ ഇമോഷൻസും നമ്മൾ എടുക്കും. അത് നമുക്ക് ഭയങ്കര ബേർഡൻ ആയിരിക്കും. ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ പൊതുവെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജഡ്ജ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെയല്ല, ഇത് ഈ കാറ്റഗറി ആണല്ലോ. എസ്പെഷ്യലി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ പലതരം ഇങ്ങനെ സിംറ്റംസോ അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇവർക്ക് ഇങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ. എസ്പെഷ്യലി നമ്മുടെ തന്നെ ആൾക്കാർ കേട്ടോ, നോട്ട് പുറത്തുള്ള ആൾക്കാർ തന്നെ ആവണം എന്നില്ല. അപ്പം ഞാൻ കോൺഷ്യസ് ആയിട്ട് അത് ചെയ്യാതിരിക്കുമായിരുന്നു. അതായത് അങ്ങനെ ചെയ്യരുത് അങ്ങനെ വിചാരിക്കുമായിരുന്നു. പക്ഷെ സെൻസിറ്റീവ് ആണ്. എനിക്ക് തോന്നിയിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആസ് ആൻ ആക്ടർ നമ്മൾ സെൻസിറ്റീവ് ആവണമല്ലോ. കാരണം വേറൊരാളെ ആണല്ലോ നമ്മൾ മേക്ക് ബിലീഫ് പോലെ കാണിക്കുന്നത്. പക്ഷേ നമ്മളൊരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു തെറാപ്പി സെഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ എംപതി കാണിക്കാമെങ്കിലും നമുക്ക് അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ബോർഡർ ഉണ്ട്. അപ്പോൾ മുന്നേ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ കുട്ടികളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തപ്പോൾ ഞാനിതെല്ലാം എടുക്കുമായിരുന്നു, അവരുടെ അമ്മമാർ പറയുന്നതും അച്ഛൻ പറയുന്നതും. പക്ഷെ പ്രൊഫഷണലായിട്ട് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ബോർഡർ കണ്ടുപിടിക്കുകയും നമ്മൾ വെന്റ് ഔട്ട് സെഷൻസിനും തെറാപ്പിക്കും ഒക്കെ പോവുകയും വേണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നമ്മളൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ചികിത്സിക്കാനോ ഒന്നും പറ്റില്ല. നമുക്കൊരു പ്രോബ്ലം തോന്നുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം
പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളും ഇതിൽ ഞാനിത് എപ്പോഴും വിചാരിക്കട്ടെ ഇവരിത് എവിടെ പോകും. ഇത് ഒരു ഇന്റർവ്യൂവിൽ എൻ്റെ അടുത്ത് ഒരു തെറാപ്പിസ്റ്റ് പറഞ്ഞിരുന്നു, അവര് 3 months കൂടുമ്പോൾ കൃത്യമായി 3 months അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയി സംസാരിക്കുന്ന ഒരു തെറാപ്പിസ്റ്റ് ഉണ്ട്. ഷീ നീഡ്സ് തെറാപ്പി. കാരണം ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാണ്ട് കിടക്കും. അത് നമ്മളെ സബ്ലിമൽ പെർസെപ്ഷൻ എന്ന് പറയില്ല, മറ്റേ നാഗവല്ലി കയറുന്നൊക്കെ അങ്ങനെയാ പറയുന്നത്. സബ്ലിമൽ പെർസെപ്ഷൻ ആണെന്നാ പറയണത്. നമ്മൾ അറിഞ്ഞില്ലേലും കുറെ സാധനങ്ങൾ നമ്മളെ ഉള്ളിലേക്ക് കയറും. നമ്മൾ എത്ര കോൺഷ്യസ് ആയിട്ടൊരു സാധനം വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ജനറലി തന്നെ നമ്മളൊരു ഒരാളോട് ഒരു 10 ദിവസം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അയാളുടെ പല മാനറിസംസും പിന്നെ ഇൻഫ്ലുവൻസ് ഒക്കെ വരും നമുക്ക്. സ്ലാങ് ഒക്കെ കയറിയ ആൾക്കാരുടെ പിന്നെ നമ്മുടെ ഫാമിലി സിറ്റുവേഷൻസ് ചിലപ്പോൾ നമ്മൾ ഇത് വെച്ച് ജഡ്ജ് ചെയ്യും. ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടും അത് നമ്മളും വെൻഡ് ഔട്ട് തന്നെ ചെയ്യണം. ഇപ്പം നിഖിലയാണെന്ന് വിചാരിക്കും. ഇപ്പൊ നിഖില വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടല്ലോ, അതായത് എനിക്ക് പ്രൈവസി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ആസ് എ ആക്ടർ എനിക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, എനിക്കത് കിട്ടുന്നില്ല എന്ന് എനിക്ക് പരാതി പറയാൻ പറ്റില്ല. പക്ഷെ ഐ എം റിയലി ഇറിറ്റേറ്റഡ്, എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്ന് ആസ് എ ഒരു ലൈഫ് കോച്ച് അല്ലെങ്കിൽ ഒരു പ്രീ തെറാപ്പി സെഷന് വന്ന് പറയുകയാണെന്ന് വെച്ചാൽ എന്താ പറഞ്ഞു കൊടുക്കാതെ അവർക്ക്? എനിക്ക് തോന്നുന്നത് അവളെ സംബന്ധിച്ച് അവളെ ബൗണ്ടറീസ് ഭയങ്കര ക്ലിയർ ആണ്. അപ്പൊ ബൗണ്ടറീസ് ക്ലിയർ അല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഇതൊക്കെ നിങ്ങളുടെ ബൗണ്ടറീസ് ആണ്, ഇതിങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ള ടെക്നിക്കായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം അവൾക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ടെക്നിക്സ് ഉണ്ടല്ലോ, ആസ് ഇൻ ടു റിലാക്സ് ആൻഡ് ടു കാം ഡൗൺ. അങ്ങനത്തെ ടെക്നിക്സ് ആണ് നമുക്ക് പിന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ. വാലന്റൈൻസ് ഡേയിലാണ് നമ്മൾ ആക്ച്വലി ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഗെറ്റ് സെറ്റ് ബേബി കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ വാലന്റൈൻസ് ഡേയില് യൂഷ്വലി വരുന്നൊരു മീം ഉണ്ടല്ലോ, വാലന്റൈൻസ് ഡേ നന്നായി ആഘോഷിച്ചാൽ ചിൽഡ്രൻസ് ഡേയിൽ കുട്ടികളുമായിട്ട് ആഘോഷിക്കുക എന്ന് പറയുന്നത്. അത് വാലന്റൈൻ എന്ന് പറയുമ്പോൾ ഈ പ്രണയം എന്ന് പറയുമ്പോൾ വാട്ട് കംസ് ടു യു? ഒരു ഹൂ ഈസ് യു വാലന്റൈൻ? തലയിലേക്ക് വന്ന് എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറയുമ്പോ പ്രത്യേകിച്ചൊന്നും വരാറില്ല. സിംഗിൾ പസംഗ് ആ സാധനമായിരിക്കില്ല ബാക്ക്ഗ്രൗണ്ടില്. ആരെങ്കിലും മറ്റേ ഇതൊക്കെ ആണല്ലോ വാലന്റൈൻസ് ഡേ ഞാൻ മറ്റേ ചെരുപ്പറി അങ്ങനത്തെ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. ഒരു ഫീലും ഇല്ല. ഞാൻ ചോദിച്ചാൽ വാട്ട് ഈസ് പ്രണയം ടു യു എന്നാണ്. നമുക്കിങ്ങനെ ഉള്ളിലൊരു കോൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ, എന്താണ് പ്രണയം, അല്ലെങ്കിൽ അങ്ങനെ പറയില്ലേ? ഫുഡിനോടാണ് എന്റെ പ്രണയം. അപ്പൊ ഫുഡ് ബ്ലോഗറായിട്ട് സ്വാതിയായിട്ട് അങ്ങ് ജീവിച്ചു. എനിക്ക് വേറെ അങ്ങനെ പറയാനൊന്നും അങ്ങനെയൊന്നും തോന്നാറില്ല. ഏഷ്യാനെറ്റിൽ നിന്ന് പ്രണയം കണ്ടുപിടിച്ച് പ്രണയിച്ച് കല്യാണം കഴിച്ച ഫറാഷിബിൽ ഇതിന് ഉത്തരം പറയാതെ പോകരുത്. അല്ല, വാലന്റൈൻസ് എന്ന് പറയുമ്പോൾ എന്റെ ഭർത്താവിനെ ഓർമ്മ വരുന്നത് അങ്ങനെ ഓർമ്മ വരുന്നില്ല. ഓർമ്മ വരുന്നില്ല അങ്ങനെയല്ല. എനിക്ക് വാലന്റൈൻസ് ഡേ എനിക്ക് പൊതുവെ പറയില്ല എന്തിനാ ഇങ്ങനെ ഒരു ദിവസം അങ്ങനെ ചോദിക്കില്ല. എനിക്ക് പൊതുവെ അങ്ങനെ ഓരോരോ ദിവസങ്ങൾ ഉണ്ടാവുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. ആസ് ഇൻ മദേഴ്സ് ഡേ അങ്ങനെ ഉണ്ടാവുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും എല്ലാവരും ഓർക്കുന്നുണ്ടെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ ഉണ്ടാവുന്നത് രസമാണ്. എനിക്കത് അതിന്റെ കളേഴ്സും അതിന്റെ പരിപാടികളൊക്കെ പൊതുവെ ഇഷ്ടമാണ്. പിന്നെ പ്രണയം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വേറൊരു സ്പെഷ്യൽ സാധനമാണ്. അതിനങ്ങനെ പ്രത്യേകിച്ച് വേറെ കല്യാണമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊരു ബന്ധമില്ലാതെ അങ്ങനെ. എനിക്ക് ഓണം, വിഷു, ക്രിസ്മസും അങ്ങനത്തെ സ്പെഷ്യൽ ഡേ ഒക്കെ ഇഷ്ടം. മറ്റേത് എനിക്ക് അങ്ങനെ വലിയ ഞാനിങ്ങനെ വിചാരിക്കും പുതിയ ഡേയ്സ് ഒക്കെ കണ്ടുപിടിക്കൂലേ, പുതിയതായിട്ട് ഇങ്ങനെ ഇപ്പൊ ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറയുക ഇങ്ങനെയുള്ള എന്തെങ്കിലും അല്ല സിനിമയിൽ അഭിനയിക്കുന്ന അല്ല അതൊന്നും ഓർമ്മ. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഹാർട്ട് ഡേ, കിഡ്നി ഡേ എന്നൊക്കെ പറഞ്ഞുള്ള പല ദിവസങ്ങളിൽ പല ഫംഗ്ഷനുകളിൽ നമ്മളെ വിളിക്കും. ഇപ്പൊ ചിലത് ഹോസ്പിറ്റലിലായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ വാലന്റൈൻസ് ഡേ ഇപ്പൊ ഒരു കോളേജിൽ പോയിട്ട് എന്ത് പറയും എന്നുള്ളതില്ലേ. ഹാർട്ട് ഡേ എന്ത് പറയും, ഹാർട്ടിനെ പറ്റി നമ്മൾ എന്ത് പറയും, നമുക്ക് അങ്ങനെ അതൊരു വലിയ ടെൻഷനാ. ഇതൊക്കെ വിചാരിക്കാറുണ്ട്. പല ദിവസം ഇങ്ങനത്തെ പല പല സാധനങ്ങൾ വരുമ്പോ നമ്മൾ ഇവരെ പറ്റി എന്ത് പറയും, ഇത് എന്ത് ചെയ്യും. ഇവിടെ ചെന്നിട്ട് അത് മറ്റേ സാധനം കോഴി ഒരു നല്ല ജീവിയാണ്, നമുക്ക് ആവശ്യമാണ് കോഴിയുടെ ഭാഗമാണ്. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. February 21 സിനിമ റിലീസ് ആവാണ്. ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് കൂടാണ്ട് ഇനി എന്തെങ്കിലും കാണാനിരിക്കുന്ന ആളുകളോട് പറയാനുണ്ടോ? ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇനി ഇരുന്ന് പറയാൻ ഒരു 20 മിനിറ്റ് ഉള്ളിടത്തോളം സുരഭി ചേച്ചിയുണ്ട്, സുധീഷ് ചേട്ടനുണ്ട്, ദിനേശ് ചേട്ടനുണ്ട്, ചെമ്പൻ ചേട്ടനുണ്ട്, ജോണി ചേട്ടനുണ്ട്, മുത്തുമണി ചേച്ചി, വലിയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ വലിയ കാസ്റ്റ് ഉണ്ട്, ഒരു നല്ല ക്രൂ ഉണ്ട്. അപ്പം ഒരു നല്ല സിനിമയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. തിയേറ്ററിൽ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമ വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്.
അപ്പം എല്ലാവരും തിയേറ്റേഴ്സിൽ പോയിട്ട് ഫെബ്രുവരി 21 കാണുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, ഫെബ്രുവരി 21 തിയേറ്ററിൽ പോയി കണ്ടിട്ട് ബാക്കി ഞങ്ങൾ നേരിട്ട് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.